ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2ൻ്റെ ഏകദേശം ഒരു നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു. എങ്കിലും ഏകദേശം നാളെയും മറ്റന്നായിട്ട് വരുന്ന ആ സീനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ പ്രധാനമായിട്ടും കാണിക്കുന്നത് നമ്മുടെ ധർമ്മൻ ദേവമംഗലം വിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോകുന്ന അതിനുള്ള കാരണം ആ ഒരു ഇൻസിഡൻ്റാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതായത് നമ്മുടെ ദേവി കടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉദയഭാനു വരുന്നുണ്ട് മകളെ കാണാൻ വേണ്ടിയിട്ട് എന്ന പേരിൽ മകളെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് കുറച്ച് പണം കുറച്ചും കൂടെ കാര്യമായിട്ട് അടിച്ചെടുക്കണം എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ധർമ്മൻ പതിവില്ലാണ്ട് നമ്മുടെ ബാലൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ധർമ്മൻ പറഞ്ഞു, എനിക്കിന്നൊരു അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം മളയാ, അപ്പം ഞാൻ പോയിട്ട് വേഗം വരാം എന്ന രീതിയിൽ ധർമ്മൻ പോവാണ്. അപ്പോൾ ബാലൻ പ്രത്യേകിച്ച് പിന്നെ ധർമ്മൻ്റെ അടുത്ത് ചോദിക്കാനൊന്നും നിന്നില്ല, നീ എങ്ങോട്ടായി പോകുന്നതെന്ന്, എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിനായിരിക്കും. അങ്ങനെ ആരോ കുറച്ച് പൈസയൊക്കെ തരാനുള്ളത് കടയിൽ കൊണ്ടു തന്നു. അതൊക്കെ മേടിച്ച് നമ്മുടെ ബാലൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ആ പൈസയും കാര്യങ്ങളൊക്കെ മേശയുടെ ഡ്രോയിലൊക്കെ വെച്ചേക്കായിരുന്നു. എന്നിട്ട് ബാലൻ ഏതോ ഒരു ഡീലറെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മുടെ ഉദയഭാനു ലാൻഡ് ചെയ്യണത്. അപ്പോൾ ഉദയഭാനു വന്ന് നമ്മുടെ ദേവിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദേവി, എന്തിനാ അച്ഛൻ വീണ്ടും പറഞ്ഞയാ, ആനന്ദേട്ടൻ പറഞ്ഞിട്ടാണോ? അച്ഛൻ ഇനി ആനന്ദേട്ടൻ്റെ ഒരു വക്കാലത്തും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. കാരണം വേറൊന്നുമല്ല, അങ്ങനെ വന്നാലും ഞാൻ ഈ കടയിൽ ബാലച്ചൻ്റെ കൂടെ നിൽക്കും. ബാലച്ചൻ എൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് ദേവി പറഞ്ഞു വിടണം. എന്നിട്ട് പതുക്കെ ദേവിയുടെ ഒരു ശ്രദ്ധ മാറ്റിപ്പിക്കുക എന്ന് വെച്ചാൽ ഡ്രോയുടെ അകത്തുനിന്ന് പൈസ എടുക്കണമല്ലോ. അപ്പോൾ ആ ശ്രദ്ധ ഒന്ന് മാറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവിയെ പതുക്കെ എന്തോ ഒരു ആവശ്യവും പറഞ്ഞ് ഉദയഭാനു വിടണം. ആ സമയം ഉദയഭാനു ഡ്രോ തുറക്കുകയാണ്. അപ്പം നിറച്ചും പൈസയാണ്. കാരണം കുറച്ച് കൂടുതൽ പൈസ ആരോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ നമ്മുടെ ബാലച്ചൻ ആ ഡ്രോയിൽ തന്നെയാണ് ഇട്ടിരുന്നത്. അങ്ങനെ ആ പൈസ ഒരു പിടി അങ്ങ് വാരി നേരെ ഉടുപ്പിനകത്ത് അങ്ങ് വെച്ച് സെറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ചെയ്ത ശീലങ്ങളും പഠിച്ച ഇതുമല്ലേ ചെയ്യുള്ളൂ. പണം എവിടെ കണ്ടാലും ഉദയഭാനു അത് അടിച്ചു മാറ്റും. കാരണം എന്ന് വെച്ചാൽ അയാൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇതൊന്നും ദേവിയുടെ കണ്ണിൽ പെടുന്നില്ല കേട്ടോ. ദേവി അത് ശ്രദ്ധിക്കാനും പോയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഉദയഭാനു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് ബാലച്ചൻ തിരിച്ച് വന്നിട്ട് മേശ ഡ്രോ തുറന്ന് എന്തോ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ കൂടുതലുണ്ടത്, പക്ഷെ ആ പൈസ ഒന്നും കാണുന്നില്ല. അപ്പോൾ ബാലച്ചൻ പെട്ടെന്ന് പൈസയൊക്കെ എണ്ണി നോക്കുന്നു. കണക്കും കാര്യങ്ങളും നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് 10,000-15,000 രൂപയ്ക്ക് മേലെ ഒരു കുറവ് വരുന്നുണ്ട്. അപ്പോൾ ദേവി മോളടുത്ത് ചോദിക്കുന്നില്ല, മോളെ ആർക്കെങ്കിലും ഡീലർമാർക്കോ മറ്റു പൈസ കൊടുക്കുകയോ വല്ലതും ചെയ്തു? ഇല്ല ബാലച്ച, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വന്നില്ല. മോള് പൈസ ഡ്രോയിൽ കുറവുണ്ടല്ലോ, രാവിലെ കുറച്ച് ക്യാഷ് കിട്ടിയതും കൂടെ ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നു. അങ്ങനെ ദേവിയും കൂടെ ചേർന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് ശരിക്കും പൈസ കുറവുണ്ട്. ദേവിക്ക് ആകെ ബുദ്ധിമുട്ട് സങ്കടം ആവുകയാണ്. ഇതെന്താ ബാലച്ചി ഇങ്ങനെ കുറവ് പറഞ്ഞാൽ? ഒരു 2,000 രൂപ കഴിഞ്ഞ ദിവസം കുറഞ്ഞു. ഇതിപ്പോൾ വീണ്ടും ഒരു 10,000-15,000 രൂപയ്ക്ക് മേലെ. നമ്മുടെ ബാലനും ആകെ ടെൻഷൻ ആവുകയാണ്. അല്ല, ഇതെന്താ സംഭവിച്ചത്? അങ്ങനെ അന്നേ ദിവസം അവർ കടയൊക്കെ അടച്ച് വളരെ വിഷമത്തിൽ ഇങ്ങനെ വരെയാണ്. ആ വരുന്ന സമയത്ത് നമ്മുടെ ഗോമതി ചെന്നപ്പോൾ ബാലൻ്റെയും മുഖം ഒരു തെളിച്ചില്ല, നമ്മുടെ ദേവിമോളുടെ മുഖം ഒരു തെളിച്ചില്ല. ഇതെന്താ ബാലച്ച, കടയിൽ നിന്ന് വന്നിട്ട് ഒരു ഉഷാറില്ല, അതെന്ത് പറ്റി? അപ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ഇന്ന് കടയിൽ നിന്ന് കുറച്ച് ക്യാഷ് അധികം കാണാണ്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ദേവിമോൾ പറയുന്നുണ്ട്, 10,000-15,000 രൂപയ്ക്ക് മേലെയുള്ള ക്യാഷ് കുറവ് വന്നിട്ടുണ്ട് അമ്മേ, കഴിഞ്ഞ ദിവസം ഒരു 2,000 രൂപ. ഇതെന്താ പറ്റിയെന്ന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് പറ്റി? ആർക്കും കൊടുത്തിട്ടുമില്ല, എത്ര നോക്കിയിട്ടും കണക്ക് കാൽക്കുലേഷൻ ആവില്ല. അന്ന് പിന്നെ 2,000, ഇന്ന് ഇത്രയും വലിയൊരു എമൗണ്ട്, ഇതെങ്ങനെ ഡീൽ ചെയ്യുക? ഒരു രക്ഷയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗോമതി ഉണ്ട്, മീനു ഉണ്ട്, മിത്ര എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ, ആര്യനൊക്കെ ഉണ്ട്. ആ സമയത്താണ് നമ്മുടെ ധർമ്മൻ പകൽ പോയിട്ട് കയറി വരെയാണ്. അപ്പോൾ ധർമ്മനെ കണ്ടതും നമ്മുടെ സുകന്യ ഓടി ചെല്ലുകയാണ്, ധർമ്മേട്ടാ ഞാൻ പറഞ്ഞു വിട്ട സാധനം മേടിച്ചുകൊണ്ട് വന്നോ? അപ്പം ധർമ്മം പറഞ്ഞു, എൻ്റെ പൊന്നെ മേടിച്ചു. അപ്പം മീനും മിത്രയൊക്കെ ചോദിച്ചു, അതെ എന്താ മേടിച്ചുകൊണ്ട് വന്നേ? സുകന്യായിട്ട് എത്തി ഞങ്ങളെ കാണിച്ചു. അപ്പം ധർമ്മം പറഞ്ഞു, അതെ എൻ്റെ പൊന്നും മക്കളെ ഒരു വാച്ച് വേണമെന്നും പറഞ്ഞിട്ട് സ്വൈര്യം തരില്ല അവൾ, പിന്നെ എന്താ ചെയ്യണേ? അങ്ങനെ മേടിച്ചു. ആഹാ നോക്കട്ടെ എന്ന് പറഞ്ഞ് സുകന്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ സുകന്യ വാച്ച് കവറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം നല്ല അടിപൊളി സ്റ്റോൺ വർക്കൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാച്ചാണ്. അപ്പോൾ ആ വാച്ച് ഇത്
നല്ല വില കൂടിയ വാച്ചാണല്ലോ ധർമ്മേട്ടാ, ഏകദേശം 10-30,000 രൂപ വരുമെന്ന് തോന്നുന്നു. അപ്പം ധർമ്മൻ കുറച്ച് എടുപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞു, അതെ 10-30,000 രൂപ ഏകദേശം നീ പറഞ്ഞത് കറക്റ്റാണ്, എന്തായാലും കൊള്ളാം എന്ന രീതിയിൽ നമ്മുടെ ധർമ്മൻ പറഞ്ഞു. ഈ കറക്റ്റ് ടൈമിനാണ് ധർമ്മൻ്റെ ലാൻഡിങ്. കാരണം വേറൊന്നുമല്ല, ഒന്നാമത് 10-15 രൂപയോളം അവിടെ കുറവുണ്ടെന്ന് പറഞ്ഞിരുന്ന അതേ സമയത്താണ് ഇത്രയും വലിയൊരു ഷോർട്ടേജ് വന്ന സമയത്ത് നമ്മുടെ ധർമ്മൻ 30,000 രൂപയുടെ ഒരു വാച്ചുമായിട്ട് സുകന്യയ്ക്ക് വന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ബാലനാണെങ്കിൽ ആരാണെങ്കിലും ചോദിച്ചു പോവില്ലേ. അങ്ങനെ ആ ഒരു ഇതിൽ ബാലൻ ചോദിച്ചു, അല്ല ധർമ്മ ഇത് നല്ല വില കൂടിയ വാച്ചാണല്ലോ, എത്ര രൂപയാണ്? അപ്പം പറഞ്ഞു ഇത് 10-25,000 രൂപയായി എന്നിങ്ങനെ ധർമ്മം പറഞ്ഞു. കാരണം സുകന്യ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ആ സംഭവം ഈ സംഭവം വാച്ച് വാങ്ങിയതിൻ്റെ ഒരു സ്റ്റോറി തന്നെയുണ്ട്. കാരണം പൈസ ഇല്ല, ധർമ്മൻ്റെ കയ്യിൽ 12,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ധർമ്മൻ ഏതോ ഒരു ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കത്തില്ലേ വാച്ചൊക്കെ, നല്ല ഈ ചൈന ടൈപ്പ് വാച്ച് പോലെയൊക്കെയുള്ള ഏതോ ഒരു വാച്ച് ധർമ്മൻ കണ്ട് അത് മേടിച്ചു. ഒരു 1,500 രൂപ മുടക്കി. എന്നിട്ട് അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് സംഭവം. പക്ഷേ ബാലേട്ടൻ്റെ അടുത്ത് അളിയൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ, ബാലൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ ഇങ്ങനെയാണെന്നെങ്കിൽ പിന്നെ തീർന്നു. കാരണം സുകന്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അത്രയും വില കൂടിയ വാച്ച് എനിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത ദിവസം തൊട്ട് ഗോമതി സ്റ്റോഴ്സിൽ പോകുന്നു. അപ്പോൾ അത് പേടിച്ച് ധർമ്മൻ ചെന്ന് മേടിച്ചുകൊണ്ട് വന്നേനെ. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല ധർമ്മ നിനക്ക് ഇത്രയും വില കൂടിയ വാച്ച് മേടിക്കാനുള്ള പണമൊക്കെ ഉണ്ടായിരുന്നോ, അല്ല നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും പൈസ എന്ന രീതിയിൽ. അപ്പോൾ ധർമ്മൻ ചോദിച്ചു, അതെന്താളേ അങ്ങനെ ചോദിച്ചത്? അല്ല ഇന്ന് കടയിൽ കുറച്ച് പൈസ ഷോർട്ടേജ് വന്നിട്ടുണ്ട്, നീ എങ്ങാനും ഇനിയിപ്പോൾ വാച്ച് മേടിക്കാൻ എടുത്തോ, ഒരു 10-15,000 രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നിങ്ങനെ നമ്മുടെ ബാലൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരുടെ മുന്നിൽ ധർമ്മൻ അങ്ങ് വല്ലാണ്ടായി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോമതി ചോദിച്ചു, ബാലേട്ടാ എന്താ ഈ ധർമ്മൻ്റെ അടുത്ത്, ധർമ്മൻ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ പറയില്ല. അപ്പോൾ ധർമ്മൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ 1 രൂപ പോലും ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് എന്തെങ്കിലും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അളിയൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ എടുക്കാറുള്ളൂ, പിന്നെ എന്തിനാ അളിയൻ ഈ രീതിയിൽ എന്നോട് ചോദിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ധർമ്മന് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. അപ്പോഴേക്കും സുകന്യ എരിയിപ്പിച്ചും കൂടെ കൊടുക്കുകയാണ്. കണ്ടില്ലേ, എൻ്റെ ധർമ്മേട്ടൻ ഒരു വാച്ച് പോലും സ്വന്തം ഭാര്യയ്ക്ക് മേടിക്കാൻ എന്താ അതിന് കഴിവില്ലാത്ത ആളാണോ എൻ്റെ ധർമ്മേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതിൽ ധർമ്മനെ കൊള്ളാൻ പാകത്തിനും ബാലനെ കൊള്ളിച്ചുകൊണ്ടുമൊക്കെ സുകന്യ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഗോമതി ഓടി നമ്മുടെ ദേവി മോളുടെ അടുത്ത് ചെല്ലുകയാണ്. ദേവി നീ പറയും എന്താണ് കുറവ് വന്നത്, ധർമ്മനാണോ എടുത്തത്? അപ്പോൾ ദേവി ഒന്നും മിണ്ടുന്നില്ല. എന്ന് വെച്ചാൽ ബാലിച്ചൻ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന രീതിയിലാണ് ദേവി തല കുനിച്ച് നിന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായി. അപ്പോൾ ധർമ്മം നോക്കുമ്പോൾ ദേവി മോള് പോലും ഒരു വാക്ക് തനിക്ക് വേണ്ടിയിട്ട് പറയുന്നില്ല. ബാലച്ചൻ്റെ ഈ ഒരു ചോദ്യവും മറ്റുള്ളവരുടെ ആ ഒരു സൈലൻറ്റും ധർമ്മനെ വല്ലാണ്ട് വേദനിപ്പിച്ചായിരുന്നു. ധർമ്മൻ ഒരൊറ്റ പോക്ക് റൂമിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഗോമതി പുറകെ പോകുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോഴേക്കും സുകന്യ അങ്ങോട്ട് കൈ തട്ടി മാറ്റി പോവാ. ധർമ്മേട്ടാ നിങ്ങൾക്ക് സമാധാനമായല്ലോ, ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് വിലയാണോ ഉള്ളതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സുകന്യ അങ്ങോട്ട് എരിയിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ധർമ്മൻ അങ്ങോട്ട് വല്ലാത്ത ഫീലിങ്സായി. ഇന്ന് ഇത്രയും രൂപ, നാളെ ഇതിൽ നിന്നും ക്യാഷ് കുറവ് വന്നാൽ അപ്പോൾ എല്ലാ കള്ളത്തരത്തിനും എൻ്റെ ധർമ്മേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ കള്ളത്തരങ്ങളും കെട്ടിവെക്കാനാണോ ഇവർ ശ്രമിക്കുന്നത് എന്നൊക്കെ സുകന്യ പറയുന്നുണ്ട്. ഞാൻ അന്ന് തൊട്ട് പറഞ്ഞു, അളിയൻ ചേച്ചി എന്ന മട്ടിൽ അന്നും ഇന്നും ഇങ്ങനെ കിടക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല, നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞു. അവസാനം ധർമ്മന് ആലോചിച്ചപ്പം ശരിക്കും സുകന്യ പറയുന്നതിൽ കാര്യമുണ്ട്, നമുക്ക് പോകാമെന്ന് പറയും. അപ്പം സുകന്യ ചോദിക്കും, ശരിക്കും പോകാമെന്നാണോ പറയണത്? അപ്പോഴേക്കും ധർമ്മം പറയും, അതെ നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ഡ്രസ്സൊക്കെ അവർ ബാഗിലെടുത്ത് പാക്ക് ചെയ്ത് പോകാനായിട്ട് റെഡിയാവേണം കേട്ടോ. ഈ സമയം അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി അങ്ങ് ഞെട്ടുകയാണ്. കാരണം ഇതെന്താ ഇവരെന്താ ഇങ്ങനെ പോകണമെന്ന് പെട്ടെന്ന് തീരുമാനം. അപ്പം ബാലനും അങ്ങ് വല്ലാണ്ടായിപ്പോയി. കാരണം അവനെ എന്ത് പറഞ്ഞിരുന്നാലും പിന്നെ എൻ്റെ പുറകെ വരും, അങ്ങനെയാണ് മക്കളെ പോലെ തന്നെ. ആ ഒരു ഇതാണ് ധർമ്മനെ കുറിച്ച് ബാലൻ കരുതിയിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ധർമ്മൻ ശരിക്കും സീരിയസ് ആയി. ധർമ്മൻ അത് വല്ലാണ്ട് മനസ്സ് വേദനിച്ചു. അങ്ങനെ ധർമ്മം പറഞ്ഞു, ഇല്ല അളിയാ, ഞാൻ നീ വീട്ടിൽ കൈ പിടിച്ച് വരുമ്പോൾ അളിയനെയും പെങ്ങളെയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടത്. എനിക്ക് വേണ്ടി ഒരാൾ പോലും ഇവിടെ ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ ഗോമതി കരഞ്ഞുകൊണ്ട്, ഇല്ല മോനെ, ഞാനാ നിന്നെ വളർത്തിയത്, എനിക്കറിയാം നീ ഏത് രീതിയിൽ ജീവിക്കും എന്നുള്ളത്, നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചില്ല മോനെ, നീ പോവല്ലേ എന്ന് പറയും. പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാണ്ട് നമ്മുടെ ധർമ്മനും സുകന്യയും കൃഷ്ണമംഗലത്തേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ബാലൻ പറഞ്ഞു നോക്കി, ധർമ്മ നീ എന്തായി ചെയ്യണം, ഞാൻ അപ്പോഴത്തെ ഒരു ഇതിന് പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ധർമ്മം കൂട്ടാക്കാൻ നിന്നില്ല. ധർമ്മം ചങ്ക് പൊട്ടി പോകുന്ന പോലെ
പോലെയാണ് ആ ദേവമംഗലം പടി അവിടെ നിന്ന് ഇറങ്ങുന്നത്. വല്ലാത്തൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്ന് അറിയാണ്ട് എല്ലാവരും. അപ്പോഴും നമ്മുടെ ധർമ്മൻ്റെ അടുത്ത് പുറകെ ചെന്ന് നമ്മുടെ ആര്യനും ആകാശവും ഒക്കെ പറഞ്ഞു, മാമ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം, മാമ പ്ലീസ് മാമ ഇവിടെ നിന്ന് പോവല്ലേ മാമ എന്ന് പറഞ്ഞു കേട്ടോ. അവസാനം ധർമ്മം പോയി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എല്ലാവർക്കും ഭയങ്കര സങ്കടം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഇവിടെ എന്ന് വെച്ചാൽ ഇത്രയും വർഷം കൊണ്ട് ധർമ്മമാമനെ മനസ്സിലാക്കാതെ ആർക്കും പറ്റിയിട്ടില്ലേ, ഒരു രൂപ പോലും ഇത്രയും നാൾ കൊണ്ട് ഇവിടെ കുറവ് വന്നിട്ടില്ല, ഇപ്പം എന്തിനാ ഇങ്ങനെ ധർമ്മമാമനെ കുറ്റപ്പെടുത്തിയത്, എല്ലാവർക്കും അവരവരുടെ കാര്യം, മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ പോകുന്ന ആലോചിച്ചിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞ് ബാലനെ കുറ്റപ്പെടുത്തി ആകാശ് സംസാരിച്ചിട്ടു. അപ്പോൾ ഗോമതി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുക മോനെ, നീ എങ്കിലും ഒന്ന് വാ അടയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ആകാശിനെ വഴക്ക് പറയണം കേട്ടോ. ഇതേ സമയം നമ്മുടെ ആനന്ദ് ദേവിയുടെ നേരെ നോക്കി ദഹിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ നീ കാരണമാണ് ഈ ഒരു അവസ്ഥ വന്നത് എന്ന രീതിയിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ ഒരു ഇതായിപ്പോയി. അവസാനം അവർ കൃഷ്ണമംഗലത്തേക്ക് പോവേണം കേട്ടോ. പക്ഷേ ബാലനും ഗോമതിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ധർമ്മനോട് ഒറ്റയടിക്ക് അങ്ങനെ പറയുമ്പോൾ അവൻ ആ രീതിയിൽ അത് കൈക്കൊണ്ട് ചെയ്യുള്ളൂ എന്നൊരിക്കലും കരുതിയില്ല. ആകെ വിഷമമായിപ്പോയി. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് നാളെ വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആരും സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കേൾക്കണം കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.